അപ്പം ഞാൻ പറഞ്ഞു ഇത് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡും എൻവയോൺമെൻറ്റും ഇത് ഇൻട്രാ സെല്ലുലാർ പോർഷനുമാണ് കേട്ടോ, സെല്ലിനകത്തെ പോർഷനും. അപ്പോൾ സെല്ലിനകത്ത് പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂടുതലാണ്. എന്തിൻ്റെ അളവ് കൂടുതലാണ്? പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂടുതലാണ്. സെല്ലിന് വെളിയിൽ സോഡിയത്തിൻ്റെ അളവും കൂടുതലാണ്. എന്തിൻ്റെ അളവ് കൂടുതലാണ്? സോഡിയത്തിൻ്റെ അളവ് കൂടുതലാണ്. നമുക്ക് ഇവിടുന്ന് 3 സോഡിയം നമുക്ക് എങ്ങോട്ട് മൂവ് ചെയ്യിക്കണം? ത്രൂ ദ ചാനൽ. ഈ ഒരു പൊട്ടാസ്യം പമ്പല്ല, ഈ സോഡിയം പൊട്ടാസ്യം പമ്പ് ത്രൂ ഈ ഒരു സോഡിയത്തിൻ്റെ വെളിയിലോട്ട് നമുക്ക് കടത്തി വിടണം. ഇവിടെ സോഡിയത്തിൻ്റെ അളവ് കൂടുതലാണ്. അപ്പോൾ ആ കൂടുതലുള്ള ഭാഗത്തേക്കാണ് വീണ്ടും നമുക്ക് 3 സോഡിയം കൂടെ അങ്ങോട്ട് വിടേണ്ടത്. അപ്പോൾ ലോവർ ഇവിടെ സോഡിയത്തിൻ്റെ അളവ് ഇവിടെ കുറവാണ്. ആ കുറവുള്ള സ്ഥലത്തിൽ നിന്ന് കൂടുതലുള്ള സ്ഥലത്തോട്ട് ഇത് പമ്പ് ചെയ്യുമ്പോൾ ഇവിടെ സോഡിയത്തിന് പ്രഷർ കുറവല്ലേ. അപ്പോൾ ഈ പ്രഷർ കൊടുക്കാൻ ഇവിടെ എന്ത് യൂസ് ചെയ്യും? ADP നമ്മൾ യൂസ് ചെയ്യും. എന്താണ് ATP യൂസ് ചെയ്യും. ATP യൂസ് ചെയ്ത് അത് ATPയെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ADP ആക്കി കൺവേർട്ട് ചെയ്യും. എന്താക്കി കൺവേർട്ട് ചെയ്യും? ADP ആക്കി കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പൊട്ടാസ്യത്തിന് 2 പൊട്ടാസ്യം നമുക്ക് എങ്ങോട്ടും മൂവ് ചെയ്യിക്കണം? ഈ ഒരു പമ്പ് ത്രൂ ഈ ഹൈ കോൺസെൻട്രേഷൻ. ഇവിടെ ഹൈ കോൺസെൻട്രേഷൻ ആണല്ലോ, സോഡിയത്തിൻ്റെ അളവ് പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂടുതലാണല്ലോ. കുറവുള്ള ഭാഗത്തു നിന്ന് നമുക്ക് കൂടുതലുള്ള ഭാഗത്തോട്ട് ഈ ഒരു സോഡിയം പൊട്ടാസ്യം പമ്പിനെ മൂവ് ചെയ്യിക്കണം. ദാറ്റ് ഈസ് കോൾഡ്. ഇവിടെ അപ്പോൾ എന്തിൻ്റെ ആവശ്യമുണ്ട്? ഇവിടെ എനർജി യൂസ് ചെയ്യും. അതിന് എന്താ പറയുന്നത്? സോഡിയം പൊട്ടാസ്യം പമ്പ്. അവിടെ എന്ത് യൂസ് ചെയ്യുന്നു? ATP യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് ഇതിനെ സോഡിയം പൊട്ടാസ്യം ATPS എന്ന് പറയുന്നു. എന്തെന്ന് പറയുന്നു? സോഡിയം പൊട്ടാസ്യം ATPS എന്ന് പറയുന്നു കേട്ടോ. ഇതാണ് സോഡിയം പൊട്ടാസ്യം പമ്പാണ് ഈ കാണിച്ചിരിക്കുന്നത്. കണ്ടില്ലേ? ഇവിടെ സോഡിയത്തിൻ്റെ അളവ് കുറവാണ്. ഇവിടെ നിന്ന് ഈ കുറവുള്ള ഭാഗത്ത് നിന്ന് ഇവിടെ സോഡിയത്തിൻ്റെ അളവ് എന്താണ്? ഹൈ കോൺസെൻട്രേഷൻ ആണ്. ഇവിടെ പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂടുതലാണ്. അപ്പോൾ ഈ സോഡിയം കുറവുള്ള ഭാഗത്തു നിന്ന് ഈ സോഡിയത്തിനെ കൂടുതലുള്ള ഭാഗത്തോട്ട് നമുക്ക് എന്ത് ചെയ്യണം? പമ്പ് ചെയ്യണം. അതുപോലെ കുറവുള്ള പൊട്ടാസ്യത്തിൻ്റെ ഭാഗത്തു നിന്ന് കൂടുതലുള്ള പൊട്ടാസ്യത്തിൻ്റെ ഭാഗത്തോട്ടും പമ്പ് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്ത് യൂസ് ചെയ്യുന്നു? ATP അവിടെ ബ്രേക്ക് ഡൗൺ ആക്കി ADP ആക്കി കൺവേർട്ട് ചെയ്യുക. അതുകൊണ്ട് സോഡിയം പൊട്ടാസ്യം ATPS എന്നാണ് നമ്മളതിനെ വിളിക്കുന്നത്. സോഡിയം പൊട്ടാസ്യം ATPS എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു മൂവ്മെൻറ്റ്സ് ഇവിടെ എന്ത് യൂസ് ചെയ്യുന്നു? എനർജി യൂസ് ചെയ്യുന്നു. സോ ഇത് എങ്ങനെയുള്ള ട്രാൻസ്പോർട്ടേഷനാണ്? ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഷനാണ്. ഇവിടെ ഡയറക്റ്റ് എന്താണ് യൂസ് ചെയ്യുന്നത്? എനർജി യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇതിനെ പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നു? പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഷൻ എന്നാണ് പറയുന്നത്. ദിസ് പ്രോസസ് ഡയറക്ട്ലി യൂസസ് ATP ടു പവർ ദ മൂവ്മെൻറ്റ് ഓഫ് എ സബ്സ്റ്റൻസ്. എ ക്ലാസിക് എക്സാമ്പിൾ ഇസ് ദ സോഡിയം പൊട്ടാസ്യം പമ്പ് വിച്ച് യൂസ് ATP ടു പമ്പ് 3 sodium ions out of the cell and 2 potassium ion into the cell. This is crucial for maintaining cell volume and for nerve signal transmission.